നമ്മൾ ഡാർജിലിംഗിലെ ഡാലി മൊണാസ്ട്രി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലാണ്. ഇത് മൊണാസ്ട്രിയുടെ എൻട്രൻസ് ആണ്. ഡാലി മൊണാസ്ട്രിയുടെ ഡാർജിലിംഗിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി ആണെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒരു വണ്ടി ഇത് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങോട്ട് കയറി പോകുമ്പോഴുള്ള വഴിയാണിത്. ഇത് മൺഡേ ക്ലോസ്ഡ് ആണ്. 7 AM മുതൽ 4:30 വരെ ഉണ്ട്. 8 മണിന്നാണ് കണ്ടത്, പക്ഷേ 7 മണി മുതലുണ്ടെന്നാണ് പറയുന്നത്. ടിക്കറ്റ് കൗണ്ടർ 20 രൂപയാണ് ടിക്കറ്റ് എടുത്തു. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മൊണാസ്ട്രി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട മൊണാസ്ട്രിയുടെ ഏരിയയിലേക്ക് പോവാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അത് കയറി അങ്ങ് പോവാണ് മുകളിലോട്ട്. കയറിയുള്ള വഴി ആർച്ചാണിത്. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ ഡാർജിലിംഗിലേക്ക് വരുമ്പോൾ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കാണാം മൊണാസ്ട്രി. ഒരു ടെമ്പിൾ കണ്ടു. ഇവിടെ നേരെ മുകളിലേക്ക് കയറുകയാണ്. മെയിൻ ടെമ്പിളിൻ്റെ ബോർഡ് ഇതാ കാണുന്നുണ്ട്. ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. ഇവിടെ വരുമ്പോൾ അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ് കാണാൻ മൊണാസ്ട്രിയുടെ. മൊണാസ്ട്രിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ ആണിത്. ഇവിടെ ക്ലോസ്ഡ് ആണ്. എന്തോ സംഭവം പൂജ എന്താ നടക്കണമെന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്നൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. എന്തായാലും കൊള്ളാം. നല്ല വലിയ മൊണാസ്ട്രിയാണ്. മൊണാസ്ട്രിയുടെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാതെ സ്റ്റാച്യു വരണമുണ്ട്. വലിയൊരു സ്റ്റാച്യു ആണ് മൊണാസ്ട്രിയുടെ സൈഡിലായിട്ട്. അതിൻ്റെ ചുറ്റുമെല്ലാം നിറയെ ഫ്ലവേഴ്സ് ഇങ്ങനെ വളർന്നിരിക്കുന്നു. ശരിക്കും ഫ്ലവേഴ്സ് ഉണ്ട്. ബാക്കിലെല്ലാം നല്ല ചുവർ ചിത്രങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തി. ഇവിടെയുള്ള വ്യൂ. ഇവിടെയൊക്കെ കുറേ ഫോട്ടോ പോയിൻ്റൊക്കെ ഇട്ട്. നമ്മുടെ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്തെത്തി. സൂപ്പർ വ്യൂ ആണ്. ഇവിടെ നിറയെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗി കാണാൻ. ഡാർജിലിംഗിൻ്റെ മെയിൻ റോഡ് സൈഡിന് തന്നെയാണ് ഇതിരിക്കുന്നത്. അവിടുന്ന് ജസ്റ്റ് പടി കയറി ഇന്ന് മുകളിലേക്ക് വരിക. അവർ പറഞ്ഞു ഡാർജിലിംഗിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണിതെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. ഇവിടെ ഫോട്ടോ പോയിൻ്റ്. ഈ ബെഞ്ചിലൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കാം. എന്തായാലും ഇങ്ങനെ നടന്ന് വെളിയിലേക്ക് നടക്കുകയാണ് ഞാൻ തിരിച്ച്. അവിടെ പ്രേ ടൈം എന്തോ ആണ്, അതുകൊണ്ട് നമുക്ക് അവിടെ കയറാനുള്ള പെർമിഷൻ ഇല്ല.
നിന്നുള്ള അതിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച. അകത്ത് പ്രേ നടക്കുകയാണ്. നമ്മളിവിടെ എല്ലാം നല്ല മറ്റേ മാറ്റ്, ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം വെളിയിലുള്ളത്. കുറേ ചുവർച്ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് എന്ത് ചെയ്ത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല കാഴ്ച ചെയ്താണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അകത്തേക്കുള്ള വ്യൂ അതായത് ഇങ്ങനെയാണ്. ഈ ഡാലി മൊണാസ്ട്രിയുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ മ്യൂസിയം വരെ ഒന്ന് പോവാം. ദാരു പത്മ കപ്രോ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ദിസ് വേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. മ്യൂസിയത്തിലേക്ക് നമ്മൾ പോവാണ്. ദാരു പത്മ കപ്രോ മ്യൂസിയം. നമ്മുടെ ഡാലി മൊണാസ്ട്രിയുടെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. കോഫി ഷോപ്പൊക്കെ ഓപ്പണാണ്. ഇവിടെ മ്യൂസിയത്തിലേക്ക് കയറുകയാണ്. എൻ്റെ അകത്തേക്ക് പോകുന്ന വഴി ഇതാണ് മ്യൂസിയത്തിൻ്റെ വഴി. ഡാരി പത്മ കർപ്പോ മ്യൂസിയം. സൂപ്പർ. മ്യൂസിയത്തിനകത്ത് ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, അതൊന്നും നമ്മൾ എടുത്തില്ല. പക്ഷേ കൊള്ളാം. സെയിം 20 രൂപ ടിക്കറ്റിൽ നമുക്ക് അവിടെയും പോവാം. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. മ്യൂസിയത്തിന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് മ്യൂസിയം. ഒരുപാട് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓർണമെൻറ്റ്സ്, പിന്നെ മൃഗങ്ങളുടെ എല്ലാം ഈ ഒരു തൊലി കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ, കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ കൊള്ളാം, നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. ഒറ്റ ടിക്കറ്റിൽ വരാം. 20 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങി ലിഗുരിയിലേക്കുള്ള ടാക്സിയിലാണ് പോകുന്നത്. ഷെയർ ടാക്സിയിലാണ്. സോ ഷെയർ ടാക്സിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും 250 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം 3 മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് പറയുന്നത്. ഡാർജിലിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ റെയിൽവേ ലൈനും കാര്യങ്ങളൊക്കെ കാണാം. ടാക്സി പോകുമ്പോൾ തന്നെ കാണാറുണ്ട്. മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ലൈനിൻ്റെ അടുത്ത് കൂടെ പോകുന്നത് കാണാം. നിറയെ ഫ്ലവേഴ്സ് താണ്ട എങ്ങനെ ഇരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ തന്നെ. ആ ഫ്ലവേഴ്സൊക്കെ കണ്ട് മൊണാസ്ട്രിയൊക്കെ കണ്ടിട്ട് താഴേക്ക് പോവാണ്. അപ്പോൾ ഡാർജിലിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നിൽക്കുമ്പോൾ ആ ടോയ് ട്രെയിനിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ടോയ് ട്രെയിൻ ഇങ്ങനെ പോകുന്നെന്ന് തോന്നുന്നു ഈ വഴി കൂടെ. ഇതാണ് ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്ക്. ഈ വഴി കൂടെ ടോയ് ട്രെയിൻ ഇങ്ങനെ വരും. എൻ്റെ സൗണ്ട് കേട്ടു. ഇതാണ് ഡാലി മൊണാസ്ട്രിയുടെ വ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. തൽക്കാലത്തേക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു. താങ്ക് യു.